ദുബൈ ഹെൽത്ത് അതോറിറ്റിയിൽ ഒരു കാലത്ത് ഒരുമിച്ച് ജോലി ചെയ്തവർ ഇന്ന് വീണ്ടും ഒന്നിക്കുന്ന ദിനമാണിത്. കാലം ഞങ്ങളെ പല വഴികളിലാക്കി വിട്ടെങ്കിലും സൗഹൃദം ഒരിക്കലും ഞങ്ങളെ വേർപെടുത്തിയില്ല എന്ന് ഞങ്ങൾ ഒറ്റക്കെട്ടായി ചേർന്ന് പറയുന്ന ദിനമാണിത്. ഒരു ദശാബ്ദത്തിൻ്റെ മൗനത്തിന് ശേഷം ചില മുഖങ്ങൾ വീണ്ടും പരിചിതമാകുന്നു. 10 വർഷങ്ങൾ ഞങ്ങളെ പിന്നിലാക്കി ഒഴുകിയപ്പോൾ ചില മുഖങ്ങൾ ഇന്നും മനസ്സിൽ അതേപോലെ തന്നെ നിന്നിരുന്നു. അതെ, കാലം മാറിയെങ്കിലും ഞങ്ങളുടെ ചിരികളുടെ അർത്ഥം മാറിയില്ല. ഞങ്ങൾക്ക് വാക്കുകൾ കുറവായപ്പോൾ പോലും സൗഹൃദം കൂടുതൽ സംസാരിച്ചു. പ്രവാസ ജീവിതം കഴിഞ്ഞ് കേരളത്തിൻ്റെ പല കോണുകളിലായി ചേക്കേറിയവർ തങ്ങളുടെ ജീവിത സായാഹ്നത്തിൽ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഫോർട്ട് കൊച്ചിയുടെ സ്പന്ദനങ്ങൾ അറിയാൻ ഒത്തുകൂടിയതാണ്. ഇത് വെറുമൊരു യാത്രയുടെ തുടക്കമല്ല, പിന്നെ എന്താണെന്നല്ലേ, സൗഹൃദങ്ങൾ വീണ്ടും ഒന്നിക്കുന്ന ഒരു മനോഹര റീയൂണിയൻ്റെ തുടക്കമാണിത്. അതെ, ഓർമ്മകളെ തിരികെ വിളിച്ചൊരു ദിവസം, പഴയ സൗഹൃദങ്ങൾ വീണ്ടും കണ്ടുമുട്ടുന്ന നിമിഷം. ദുബൈ ഹെൽത്ത് അതോറിറ്റിയിലെ പഴയ കൂട്ടുകാരുടെ ഈ റീയൂണിയൻ എന്നുമെന്നും ഓർമ്മകളിലൊരു കുളിർക്കാറ്റായി വീശട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത് ഫോർട്ട് കൊച്ചി ബീച്ചാണിത്. ഈ ഫോർട്ട് കൊച്ചിയുടെ കടൽക്കരയിലെ കാറ്റ് വളരെ നിസ്സാരമായി നമ്മളോട് കഥ പറയുന്നുണ്ടോ എന്നൊരു സംശയം. കൂട്ടത്തിൽ ഈ കടൽക്കാറ്റ് ഇതും കൂടി നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ഇന്ന് വെറുതെ സന്തോഷിക്കാനുള്ളൊരു ദിവസം കൂടിയാണെന്ന്. അങ്ങനെ ദുബൈ ഹെൽത്ത് അതോറിറ്റിയിലെ കൂട്ടുകാരുടെ ചിരിയും ഓർമ്മകളും ഒത്തുചേർന്ന് ഫോർട്ട് കൊച്ചിയുടെ കടൽക്കാറ്റിൽ അലിഞ്ഞുചേരുന്ന നിമിഷങ്ങളാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അല്ലെങ്കിലും വിശ്രമത്തിനും സന്തോഷത്തിനും പഴയകാല ഓർമ്മകൾ അയവിറക്കുന്നതിനും പറ്റിയ സ്ഥലം കടലോരങ്ങൾ തന്നെയാണ്. ഈ ഫോർട്ട് കൊച്ചിയുടെ കടലോരങ്ങൾ കാഴ്ചവെക്കുന്ന വിസ്മയങ്ങൾ പങ്കുവെക്കാനാണ് ഇവിടെ ആളുകൾ സാധാരണയായി എത്തിച്ചേരുന്നത്. ഈ ഫോർട്ട് കൊച്ചി ബീച്ചിലെ വെയിലും കാറ്റും കടൽത്തിരകളും ഒരുമിച്ച് ചേർന്ന് ഞങ്ങളുടെ കൊച്ചു കൊച്ചു നിമിഷങ്ങളെ നിശബ്ദമായി കൂടുതൽ മനോഹരമാക്കുന്നുണ്ട്. ഫോർട്ട് കൊച്ചി ബീച്ചിനെക്കുറിച്ച് സംസാരിക്കാൻ വാക്കുകളുടെ ആവശ്യമില്ല. ശബ്ദമില്ലാതെ കടലോരത്തെ തഴുകുന്ന തിരകളാണ് ഫോർട്ട് കൊച്ചി ബീച്ചിനുള്ളത്. ഈ തിരകൾക്ക് കടലോരങ്ങളോട് പ്രണയമുള്ളതുപോലെ ഈ തിരകൾ വീണ്ടും വീണ്ടും മടങ്ങി വരുന്നുണ്ട്. പാശ്ചാത്യരും പൗരസ്ത്യരും കടൽ കടന്ന് വന്നിറങ്ങിയ ചരിത്രം നിറഞ്ഞ കടലോരമാണ് ഈ ഫോർട്ട് കൊച്ചിക്കുള്ളത്. ഇവിടെ വ്യാപാരവും വിശ്വാസവും ഭാഷകളും സംസ്കാരങ്ങളും ഈ തിരകളോടൊപ്പം ഒരിക്കലിവിടെ എത്തിയിരുന്നു. അന്ന് ഈ ഫോർട്ട് കൊച്ചിയിൽ ഓരോ കപ്പലും വന്നിറങ്ങിയത് ഓരോ പുതിയ കഥകളുമായിട്ടായിരുന്നു. അങ്ങനെ ഈ ഫോർട്ട് കൊച്ചി ബീച്ചിൻ്റെ കടലോരത്തിലാണ് ലോകത്തിൻ്റെ പല വഴികളും ഒത്തുചേർന്നത്. ചീനവല. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കടൽ കടന്നെത്തിയ ചൈനീസ് വ്യാപാരികൾ ഫോർട്ട് കൊച്ചിക്ക് സമ്മാനിച്ച സ്നേഹ സമ്മാനമാണിത്. ഈ ചീനവല ഇന്നും കടലിൻ്റെ താളത്തിൽ മീൻപിടുത്തത്തിൻ്റെ ക്ഷമ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഓരോ പ്രാവശ്യവും ഈ ചീനവല കടലിൽ വീഴുമ്പോൾ കടലും മനുഷ്യനും തമ്മിലുള്ള സൗഹൃദം വീണ്ടും വീണ്ടും എഴുതപ്പെടുകയാണ്. ഈ ഫോർട്ട് കൊച്ചി ഒരു സ്ഥലം മാത്രമല്ല, പല സംസ്കാരങ്ങൾ കൂടിച്ചേരുന്ന, കാറ്റും തിരകളും കഥ പറയുന്ന, ജീവിച്ചിരിക്കുന്ന ഒരു ചരിത്രം കൂടിയാണ്. ചൈനയുടെ ഈ ചീനവല ഫോർട്ട് കൊച്ചിയുടെ ഒരു നിശബ്ദ ചരിത്ര സാക്ഷിയാണ്. ഈ ചീനവല വെറും ഒരു വല മാത്രമല്ല, ഇത് കാലത്തിൻ്റെ തൂക്കുപാലമാണ്. കടലിനും കരയ്ക്കുമിടയിൽ നിശബ്ദമായി നിൽക്കുന്ന തലമുറകളുടെ പരിശ്രമമാണ് ഈ ചീനവല. ഈ കൊച്ചിക്കടലിൽ ഒരു വല ഉയരുമ്പോൾ അതിനൊപ്പം നൂറുകണക്കിന് കഥകളും ഉയരുന്നുണ്ട്. ഈ വല താഴെ ഇറങ്ങുമ്പോൾ കടൽ തൻ്റെ സമ്മാനം മനസ്സ് തുറന്ന് വലയ്ക്കുള്ളിൽ പൊതിഞ്ഞു നൽകുന്നു. ഇവിടെ സൂര്യനും തിരയും കാറ്റും ഒരുമിച്ച് ജോലി ചെയ്യുന്ന ജീവിതത്തിൻ്റെ ലളിതമായ ഗണിതം. ഈ ചീനവല ഇന്നും കൊച്ചിയുടെ കടലോരത്തിന് കാവലായി നിൽക്കുന്ന ചരിത്രത്തിൻ്റെ നിഴലാണ്. സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച്. ഇത് ഫോർട്ട് കൊച്ചിയിലെ ഏറ്റവും പഴക്കമുള്ള ഒരു ചർച്ചാണിത്. ശബ്ദമില്ലാതെ നൂറ്റാണ്ടുകളുടെ കഥ പറയുന്ന സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച്. ഒരു കാലത്ത് വാസ്കോ ഡി ഗാമയുടെ സാന്നിധ്യം അനുഭവിച്ച ഈ പള്ളിയുടെ ചുവരുകൾ ഇന്ന് ഞങ്ങളെ ശാന്തമായി സ്വാഗതം ചെയ്യുന്നു. ചരിത്രം പ്രാർത്ഥനയായി നിൽക്കുന്ന ഇടമാണ് ഈ സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച്. പിക്നിക്കിൻ്റെ തിരക്കിനിടയിൽ ഒരു സമാധാന നിമിഷം ഞങ്ങൾക്കിവിടെ അനുഭവപ്പെട്ടു.
ഈ സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച് ഫോർട്ട് കൊച്ചിയുടെ നിശബ്ദ ഹൃദയമെന്ന് പറയുമ്പോഴും ചരിത്രം ശാന്തമായി സംസാരിക്കുന്നിടം കൂടിയാണ് ഈ സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച്. കാലത്തിൻ്റെ അടയാളങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ദേവാലയം. കൊച്ചിയിലെ സെൻറ്റ് ഫ്രാൻസിസ് ചർച്ചിൽ 1524 അടക്കപ്പെട്ട വാസ്കോഡിഗാമ പിന്നീട് 1539 പോർട്ടുഗലിലെ ലിസ്ബണിൽ ശാന്തമായി വിശ്രമിക്കുന്നു. വാസ്കോഡിഗാമയുടെ കൊച്ചിയിൽ നിന്നും തുടങ്ങിയ അവസാന വിശ്രമം ഇന്ന് ലിസ്ബണിലെ ചരിത്രത്തിലേക്ക് ചേർന്നു. ഇത് ഡച്ച് സെമിട്രിയാണ്. ഫോർട്ട് കൊച്ചിയുടെ ശാന്ത ഓർമ്മകൾ വിശ്രമിക്കുന്ന ഒരിടം, കാലം നിശബ്ദമായി ഉറങ്ങുന്നിടം. ഈ സെമിട്രിയുടെ കല്ലുകളിൽ എഴുതപ്പെട്ടിരിക്കുന്ന പേരുകൾ ഒരു കാലത്ത് ഇവിടെ ജീവിച്ച ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഉദ്യോഗസ്ഥരാണ്. മാത്രമല്ല ഡച്ച് ഗവർണർമാർ, ഡച്ച് സൈനികരും വ്യാപാരികളും കൊച്ചിയിലെ മറ്റ് സേവനമനുഷ്ഠിച്ച യൂറോപ്യൻ കുടുംബാംഗങ്ങളും ഇതിൽ ഉൾപ്പെടും. ചുരുക്കി പറഞ്ഞാൽ ഈ ശ്മശാനത്തിൽ വിശ്രമിക്കുന്നവർ കൊച്ചിയിലെ ഡച്ച് ഭരണകാലത്തിൻ്റെ നിശബ്ദ സാക്ഷികളാണ്. ജീവിച്ചിരുന്ന ചരിത്രമെന്ന് ശാന്തമായി ഉറങ്ങുന്നിടം, അതാണ് ഡച്ച് സെമിട്രി. കാലം ശാന്തമായി ഉറങ്ങുന്ന ഈ ഡച്ച് സെമിട്രിക്ക് കാവൽ നിൽക്കുന്നത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ്. ചരിത്രം ഉറങ്ങുന്നിടത്ത് ASI കാവൽ. ഞങ്ങൾ ഫോർട്ട് കൊച്ചിയിലെ ജൂ സ്ട്രീറ്റിലൂടെ നടക്കുകയാണ്. പുറത്ത് നല്ല പൊള്ളുന്ന വെയിലാണ്. ഇത് വെറുമൊരു സ്ട്രീറ്റ് വാക്കല്ല, ഇത് കാലത്തിലൂടെ നടക്കുന്ന യാത്രയാണ്. ഇവിടെ ഒരു കാലത്ത് ജൂതന്മാരുടെ ചിരിയും ജീവിതത്തിൻ്റെ ശബ്ദവും ഈ വഴികളിൽ മുഴങ്ങിയിരുന്നു. ഇന്ന് നിശബ്ദതയാണ് സംസാരിക്കുന്നത്. ഈ സ്ട്രീറ്റിലെ കടകൾ, വാതിലുകൾ, കല്ലുകൾ എല്ലാം ഓർമ്മകളായി മാറി. ജൂ സ്ട്രീറ്റിലൂടെ നടക്കുമ്പോൾ കാൽക്കീഴിൽ ചരിത്രം പതുക്കെ താളം പിടിക്കുന്ന വഴിയാണത്. അതെ, നടക്കുമ്പോൾ ചരിത്രം അനുഭവിക്കുന്ന വഴിയാണ് ജൂ സ്ട്രീറ്റ്. ഒരു കാലത്ത് ഈ തെരുവിലെ വീടുകൾക്ക് വിളക്കുകളുടെ ചൂടുണ്ടായിരുന്നു. തെരുവുകളിൽ വ്യാപാരത്തിൻ്റെ ശബ്ദം നിറഞ്ഞിരുന്നു, ഒപ്പം വിശ്വാസത്തിൻ്റെ നിശബ്ദതയും. ഒരിക്കൽ ജീവിതം നിറഞ്ഞു നിന്നിരുന്ന ജൂ സ്ട്രീറ്റ് ഇന്ന് ശാന്തമാണ്. ഈ സ്ട്രീറ്റിലുള്ള ഓരോ കടയും ഓരോ കഥയാണ്, ഓരോ വാതിലും ഒരു ഓർമ്മയാണ്. കാലം പലരെയും ദൂരത്തേക്ക് കൊണ്ടുപോയെങ്കിലും ഈ തെരുവിന്നും അവരുടെ പാദചിഹ്നങ്ങൾ സ്നേഹത്തോടെ ഇവിടെ സൂക്ഷിക്കുന്നുണ്ട്. ഒരു സമൂഹത്തിൻ്റെ ജീവിച്ചിരുന്ന ചരിത്രം, ഇന്നും നടന്ന് കാണാവുന്ന വഴി, അതാണ് ജൂ സ്ട്രീറ്റ്. ഈ ജൂ സ്ട്രീറ്റിലുള്ള വീടുകളുടെ മുമ്പിൽ പലരുടെയും പേരുകൾ അവരുടെ വാതിലിൻ്റെ മേൽ എഴുതി വച്ചിരിക്കുന്നത് കാണാമായിരുന്നു. ജൂ ടൗണിൽ അവസാനമായി താമസിച്ച യഹൂദ വനിതയുടെ പേര് സാറ കോഹൻ. അവർ താമസിച്ച വീടിൻ്റെ വാതിൽക്കൽ എഴുതി വച്ചിരിക്കുന്നത് ഞങ്ങൾ കണ്ടു. അവർ 2019 അന്തരിച്ചു. സാറ കോഹൻ്റെ ജീവിതത്തോടൊപ്പം കൊച്ചിയിലെ യഹൂദ സമൂഹത്തിൻ്റെ ഒരു കാലഘട്ടവും ശാന്തമായി അവസാനിച്ചു. സാറ കോഹനോടൊപ്പം ഒരു ചരിത്രവും യാത്രയായി. ഇനി ഞങ്ങൾ കൊച്ചി വാട്ടർ മെട്രോയിൽ കയറാനുള്ള ശ്രമത്തിലാണ്. മട്ടാഞ്ചേരി ജെട്ടിയിൽ നിന്നും ഹൈക്കോർട്ടിലോട്ട് ഒരു ജലയാത്ര. വെള്ളത്തിന്മേൽ സഞ്ചരിക്കുന്ന കൊച്ചിയുടെ പുതിയ സ്വപ്നം, അതാണ് കൊച്ചി വാട്ടർ മെട്രോ. കൊച്ചി വാട്ടർ മെട്രോ വെറുമൊരു യാത്രാ മാർഗമല്ല, നഗരത്തിൻ്റെ സൗമ്യമായൊരു ഭാവി പടിവാതിലാണിത്. ഇത് കായലിൻ്റെ മീതെ സഞ്ചരിക്കുന്ന ഒരു യാത്രയാണ്. ഈ യാത്ര നഗരത്തിൻ്റെ തിരക്കുപിടിച്ച ജീവിതത്തിൽ നിന്നും അല്പം ലഘുത്വം സമ്മാനിക്കുന്നു. കരയും വെള്ളവും ഒരുമിച്ച് നഗരത്തെ കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ ഇവിടെ പഴയ കൊച്ചിയും പുതിയ കാലവും ഒരുമിച്ച് യാത്ര ചെയ്യുന്നു. കടലും കായലും ഇന്ന് വഴികളാണ്. വെള്ളത്തിലെ തിരകളും ബോട്ടുകളും മെട്രോ യാത്രയുടെ ഭാഗമാണ്. ഇവിടെ ബസ് സ്റ്റോപ്പുകളില്ല, ജെട്ടികളിലാണ് വാട്ടർ മെട്രോ നിൽക്കുന്നത്. ഈ കടലും കായലും നിറഞ്ഞ വഴികളിൽ ഹോൺ ശബ്ദമില്ലാതെ യാത്ര മുന്നോട്ട് നീങ്ങും. ഇതൊരു ശാന്ത സഞ്ചാരമാണ്. കാറ്റും വെള്ളവും ഒരുമിച്ച് കൂട്ടായ്മയായ ഒരു ശാന്ത സഞ്ചാരം. കൊച്ചി വാട്ടർ മെട്രോ പെർ ഹെഡ് ഫീസ്
റൂട്ട് അനുസരിച്ചാണ് മാറുന്നത്. സാധാരണയായി 20 രൂപ മുതൽ 40 രൂപ വരെയാണ് ഫീസ്. ചില ദൈർഘ്യമേറിയ റൂട്ടുകളിൽ 50 രൂപ വരെ ഉണ്ടാവും. ഞങ്ങൾ യാത്ര ചെയ്തത് മട്ടാഞ്ചേരി ജെട്ടിയിൽ നിന്നും ഹൈക്കോടതി ജെട്ടിയിലോട്ടായിരുന്നു. കുറഞ്ഞ ചെലവിൽ കൊച്ചി നഗരത്തിൻ്റെ തിരക്കിൽ നിന്നും ശാന്തമായ ഒരു ജലയാത്ര. അതെ, കൊച്ചിയുടെ പുതിയ സ്വപ്നം വാട്ടർ മെട്രോ. യാത്രയും ശാന്തതയും ഒന്നിക്കുന്നിടം കൊച്ചിൻ വാട്ടർ മെട്രോ. കായലിൻ്റെ മീതെ പതുക്കെ നീങ്ങുമ്പോൾ കൊച്ചി നഗരം മറ്റൊരു മുഖം കാണിക്കുന്നു. ഇവിടെ തിരകളും ഹോൺ ശബ്ദങ്ങളും വെള്ളത്തിൽ അലിഞ്ഞലിഞ്ഞലിഞ്ഞു പോവുകയാണ്. ഈ യാത്രയിൽ കരകൾ അടുത്ത് കാണാം. യാത്രയുടെ ദൂരം കുറഞ്ഞു വരുന്നത് പോലെ തോന്നി. സമയം തന്നെ കുറച്ച് നിമിഷം നിശബ്ദമായി പോയോ? പഴയ കൊച്ചിയുടെ ജലപാരമ്പര്യവും പുതിയ കാലത്തിൻ്റെ സാങ്കേതികതയും ഒരുമിച്ചൊഴുകുന്നിടം. നഗരം ശാന്തമായി ഭാവിയിലേക്ക് സഞ്ചരിക്കുന്ന ഒരു നീലപാത. അതാണ് കൊച്ചി വാട്ടർ മെട്രോ. ഞങ്ങളുടെ കുഞ്ഞൻ പിക്നിക് ഇവിടെ അവസാനിപ്പിക്കുകയാണ്, കൊച്ചിയെ ഹൃദയത്തിൽ സൂക്ഷിച്ച്. ഞങ്ങളിവിടെ വിട പറയുന്നില്ല. വീണ്ടും കാണാമെന്നൊരു ചെറു വാക്കുമാത്രം പറഞ്ഞ് എൻ്റെ ഈ വ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ ഫ്രം ബീനാസ് ഫൺ വേൾഡ്.有一个心愿，你从来不知道。我们的每个情人节在烟花旁拥抱。我怀疑越期待永远，就越是得不到。你却总给我